സ്വാഭാവിക നർമ്മവും സ്വതസിദ്ധമായ അഭിനയ ശൈലിയും കൊണ്ട് മലയാള സിനിമയിൽ 4.5 പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്ന സഹൃദയനായ കലാകാരൻ. നാടകവേദിയിൽ നിന്നും ചലച്ചിത്ര ലോകത്തെത്തി നിരവധി കഥാപാത്രങ്ങളിൽ സാധാരണക്കാരനായ മലയാളിയുടെ ഭാവുകത്വം സന്നിവേശിപ്പിച്ച അദ്ദേഹം കോഴിക്കോടൻ സംഭാഷണ ചാരുതയിലൂടെ കലാലോകത്ത് തന്റെ സവിശേഷമായ സ്ഥാനമുറപ്പിച്ചു. കോഴിക്കോട് കല്ലായിയിൽ തടി അളവുകാരനായി തൊഴിൽ ചെയ്ത അയാൾക്ക് സിനിമയിലെ നാടൻ വേഷങ്ങളെല്ലാം അനായാസമായ അഭിനയ തികവോടെ അവതരിപ്പിക്കുവാനായി. ചായക്കടക്കാരൻ, പോലീസ് കോൺസ്റ്റബിൾ, അസൂയക്കാരനായ അയൽക്കാരൻ, അധ്യാപകൻ, ബ്രോക്കർ, ഡോക്ടർ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളിൽ തിളങ്ങിയപ്പോഴെല്ലാം ഒട്ടുമിക്ക വേഷങ്ങൾക്കും തനി നാടൻ തമാശകളുടെ ചിരിക്കൂട്ടുകൾ തെളിഞ്ഞു നിന്നു. കീലേരി അച്ചുവും ഗഫൂറും പൊതുവാളും ഹംസക്കോയയും കുഞ്ഞനന്ദൻ മേസ്തിരിയും അടങ്ങുന്ന രസകരമായ കഥാപാത്രങ്ങൾക്കൊപ്പം പെരുമഴക്കാലം, കുരുതി, ഉരു തുടങ്ങിയ ചിത്രങ്ങളിലെ ക്യാരക്ടർ വേഷങ്ങളിലൂടെയും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ നടൻ. അസാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഒരു സാധാരണ മനുഷ്യനാണ് താനെന്ന് വിനയപൂർവ്വം വിശ്വസിച്ച് നാട്യങ്ങളില്ലാത്ത നന്മയിലൂന്നിയ ജീവിതം നയിച്ച ആ കലാകാരൻ അനശ്വരനായി തുടരുന്നു. ഓർമ്മയിലെന്നും മാമുക്കോയ. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു. അല്ല, നിങ്ങൾ ഇവിടുന്ന് ബെല്ലെടുത്തോണ്ട് പോയോ? ആ കൊണ്ടേ. എന്നിട്ട് അതല്ലേ രാത്രി ഞാൻ പോയി തന്നായി. അല്ല പവിത്ര, പവിത്ര വർത്താനം പറയാൻ ഇവിടെ ആണുങ്ങളുണ്ട്. ചലക്കരുത് വേറെ വീടോ? ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ശവിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഒറ്റ പെണ്ണ് ദുനിയാവിലില്ല. നിനക്ക് ജീപ്പ് ഓടിക്കാൻ ഒരാൾ വേണമെങ്കിൽ ഈ സംസാരിക്കേണ്ടത് എന്നോടാണ്, മൂസ ഖാദറിനോട്. നിങ്ങൾ സബൂറാക്കി ഒക്കെ സലാമത്താവും. പഠിച്ചാൽ അമ്മായിരിക്കും ബോംബെന്നാണ്. അല്ലി ഒല്ലി മാഫി മുസ്കിലും പറഞ്ഞ് റിവേഴ്സ് മിറർ നോക്കിയിട്ട് ഒരൊറ്റ ഇടല. കൊച്ചു കള്ള വശീകരണ മന്ത്രം വല്ലതും കയ്യിലുണ്ടോ? അല്ല, ആദ്യം കണ്ടത് നമ്മൾ തന്നെ. എടാ, ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനം. ഇത് മേൽശാന്തി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ. അസ്സലാമു അലൈക്കും. ഒരുത്തന് അപകടം പറ്റി ആസ്പത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? പതുക്കെ. ഇവരുടെ പേര് ഹംസക്കോയെന്നല്ല, കർത്താന്നാണ്. എന്നെ നോക്കൂ, ഇത് കിട്ടണം. ഓർമ്മയിലെന്നും മാമുക്കോയ ഈ നിലക്കത്തിൽ നമ്മളോടൊപ്പം ആദ്യമായി ചേരാനെത്തുന്നത് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലധികമായി മലയാള സിനിമയിലെ നിറസാന്നിധ്യം. ടെലിവിഷൻ സീരിയലുകളിലൂടെ വന്ന് നാടകപ്രവർത്തകനായി സിനിമയിലെത്തിയ ശേഷം എല്ലാ കൊല്ലവും വളരെ മികച്ച കഥാപാത്രങ്ങളെ മലയാളിക്ക് സമ്മാനിച്ച ഒരു അതുല്യനായ നടൻ, എഴുത്തുകാരൻ. മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് പ്രകാശനം ചെയ്ത ദൈവത്തിന്റെ അവകാശികളെന്ന പുസ്തകത്തിന്റെ രചയിതാവ്, നല്ലൊരു വാഗ്മി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, അങ്ങനെ പല തലക്കെട്ടുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഇക്കഴിഞ്ഞ IFFK ഏറ്റവും ഗംഭീരമായി നടത്തുക വഴി ജനമനസ്സുകളിലേക്ക് എത്തിയ മികച്ച നടൻ. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട പ്രേംകുമാർ. നമസ്കാരം, സ്വാഗതം. നമസ്കാരം. പ്രേമേട്ടൻ വരുമ്പം പലപ്പോഴും പ്രേമേട്ടൻ എന്നൊരാളെ പരിചയപ്പെടുന്ന കാലം തൊട്ട് ഒരു സിനിമാ നടൻ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പല താരങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു താരഭാരം കൊണ്ടു നടക്കാത്ത ഒരാളാണ് പ്രേമേട്ടൻ. ഇത് നമ്മൾ ആലോചിക്കുന്നതും അതുപോലെ തന്നെയുള്ള ഒരു കലാകാരനെ പറ്റിയാണ്. മാമുക്കോയൊക്കെ എത്രയോ സിനിമകളിൽ, എത്രയോ വർഷം, എത്രയോ കഥാപാത്രങ്ങൾ, ഇതെല്ലാം ചെയ്തിട്ടും മാമുക്കോയൊക്കെ നമ്മൾ എപ്പോൾ ഏത് ഫംഗ്ഷൻ, ഏത് വേദിക്ക് പിന്നിൽ എവിടെ കണ്ടാലും ആ നാട്ടുകാരൻ ഒരാൾ അവിടെ വന്ന് നിൽക്കുന്നത് പോലെ അത്ര ലളിതമായി വിനയത്തോടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് മാമുക്കോയക്ക. നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ആദ്യം കണ്ടതെന്നോ മിണ്ടിയതെന്നോ പരിചയപ്പെട്ടെന്നോ ഒക്കെ വല്ല ഓർമ്മയുണ്ടോ? ഭാഗ്യവാനാണ്. എൻ്റെ ഓർമ്മയിൽ ആദ്യമായി ഇപ്പോൾ വരുന്ന സിനിമ സുരേഷ് ഉണ്ണിത്താൻ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, അതിനകത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനുവേണ്ടിയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ധാരാളം കണ്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു വലിയൊരു ഫാനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് തന്നെ. ശരിക്കും നമ്മൾ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനാണ്. അതാണ് ഞാൻ പറഞ്ഞു, ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ ഈ പ്രോസസ്സ് ഒരു വലിയ പാടുള്ളൊരു പ്രോസസ്സായി ഇതിനെ നമ്മളെ ഒരു അങ്ങനെയൊക്കെ ചില അഭിനേതാക്കൾ ചെയ്യുമല്ലോ. ഇത് ഇത്ര ഈസിയാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നിപ്പോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യ ചിത്രങ്ങൾ തൊട്ട് എടുക്കുകയാണെങ്കിൽ ഇരിക്കാം, നമുക്ക് കൂടുതൽ സംസാരിക്കാം.
ഒരു സിനിമാ നടൻ പലപ്പോഴും ഡിമാൻഡിങ് ആയിരിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ അയാളുടെ കരിയർ ഗ്രാഫ് ഉയരുന്നതിനനുസരിച്ച് കൊണ്ട് അയാളുടെ വ്യക്തിജീവിതം, പെരുമാറ്റം, അയാൾ ഉപയോഗിക്കുന്ന വാഹനം, വസ്ത്രധാരണം ഇതൊക്കെ മാറുന്നത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. മാമുക്കോയൊക്കെ ഞാൻ കാണുന്ന കാലത്ത്, ഞാൻ കാണുമ്പോൾ അദ്ദേഹം വലിയ സ്റ്റാറാണ്, എന്ന് വെച്ചാൽ വലിയ നടനാണ്. അതിനുശേഷം അപ്പോഴും ഇപ്പോഴൊക്കെ ഒരു സാധാരണക്കാരനായി നിലനിൽക്കാൻ അദ്ദേഹം എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സുഖം എന്തായിരിക്കും? നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ. അല്ല, ഞാനും ശരിക്കും അദ്ദേഹത്തെ ആദ്യം കാണുന്ന ഈ ഭാഗ്യവാൻ എന്നുള്ള സിനിമയാണ്. അതിലാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി കണ്ടിട്ടുള്ള, സിനിമയിൽ ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരുപാട് റോളുകളൊക്കെ ചെയ്ത് വലിയ താരമാണെന്ന് അദ്ദേഹം. പക്ഷെ നമ്മളോടൊക്കെ ഒരു വളരെ തുടക്കക്കാരനായ എന്നോടൊക്കെ അന്ന് വളരെ സൗമ്യമായിട്ടും വളരെ പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, അതൊരു സാധാരണ മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എല്ലാവരും അത് പറയുന്ന കാര്യമാണ്. നമുക്ക് കാര്യം അദ്ദേഹം ഒരു ജീവിത അനുഭവങ്ങളുടെ ഒരു കരുത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാം ഇങ്ങനെ കരുപ്പിടിപ്പിച്ചെടുത്തിട്ടുള്ളത്. അറിയാമല്ലോ, അദ്ദേഹം ഈ മരത്തിൻ്റെ ഏറ്റവും വലിയ എക്സ്പെർട്ടാണ്. മരത്തിൻ്റെ അളവുകൾ എടുക്കുകയും ഈ കല്ലായി പുഴയിൽ ഇങ്ങനെ വരുന്ന മരങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും മരത്തിൻ്റെ കൃത്യമായ മർമ്മമറിയുന്ന ആ മനുഷ്യനാണ്. നർമ്മത്തിൻ്റെ മർമ്മമറിയുന്ന ഒരു ശരിക്കും നമ്മളെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് മമ്മൂക്കോയ. അതും ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹം ഈ കല്ലായിപ്പുഴയിൽ വരുന്നു, തടിയുടെ അളവെടുക്കുന്ന ജോലി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്ന രണ്ട് എക്സ്ട്രീം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിലെ മികച്ച എഴുത്തുകാരും സാഹിത്യകാരും സിനിമാക്കാരും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നൊരു ബന്ധം വലിയ അത്ഭുതമാണ്. അല്ല, അതിലേക്ക് വരാം. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ട് എന്നുള്ള രീതിയിലാണ് ഷെറഡി ഇപ്പോൾ അവതരിപ്പിച്ചത്. കാര്യം അദ്ദേഹം ഈ സിനിമയുടെ ഒരു താരപരിവേഷമൊക്കെ വരുമ്പോഴും അതിലൊന്നും ഒട്ടും അഭിരമിക്കാത്ത, പണത്തിലും പ്രശസ്തിയിലും ഒന്നും ഒട്ടും അഭിരമിക്കാത്ത, എപ്പോഴും ഒരു തനി നാട്ടും പുറത്തുകാരൻ, ഒരു കോഴിക്കോടിൻ്റെ എല്ലാ ഒരു സൗന്ദര്യവും, അതിൻ്റെ കോഴിക്കോടിൻ്റെ ഒരു തനതായ സംഗീതം, നാടകം, ഫുട്ബോള്, കോഴിക്കോടിൻ്റെ സാഹിത്യം, ഇങ്ങനെ എല്ലാ കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക ഒരു സംസ്കൃതിയുടെ ഉൽപ്പന്നമാണ് ശരിക്കും നമുക്ക്. അദ്ദേഹം കോഴിക്കോട് ഒരുപാട് നാടക പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ മഹാരഥന്മാരായ ഒരുപാട് മനുഷ്യർ. ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊക്കെ പറയുന്ന മലയാളത്തിൻ്റെ സുൽത്താൻ, അദ്ദേഹത്തിൻ്റെ സുൽത്താൻ്റെ ഏറ്റവും അടുത്ത ഒരു സൗഹൃദവും അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയുമായിട്ടൊരു കാലത്ത്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു സർവകലാശാലയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു പരിചയം, ലോകം മുഴുവൻ സഞ്ചരിച്ച് നേടിയ അറിവുകളിങ്ങനെ ഹൃദയത്തിൽ, ലോകത്തിൻ്റെ ഭൂപടം തന്നെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന SK പൊറ്റക്കാട്, അദ്ദേഹം നമ്മുടെ ഏറ്റവും വലിയ സഞ്ചാര സാഹിത്യം, അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു വലിയ ബന്ധം. അതുപോലെ ബാബുരാജ്, പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സംഗീതജ്ഞൻ, പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ, ഇവരൊക്കെ ആയിട്ടുള്ള ബന്ധം, നാടക പ്രവർത്തനങ്ങൾ, അതാണ്. അത് എന്തോ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഇവരൊക്കെ ഒരാളെ കൂട്ടത്തിൽ കൂട്ടില്ലല്ലോ. അതെ. അപ്പോൾ ഒരു ഔപചാരികമായ വലിയ വിദ്യാഭ്യാസമൊന്നും അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ പോലും ഇവരുമായിട്ടുള്ളൊരു സഹവാസത്തിലൂടെ അദ്ദേഹം നേടിയെടുത്തൊരു വലിയ ലോകത്തെക്കുറിച്ചുള്ളൊരു വലിയ വീക്ഷണം.